Hello, welcome to market discussion of the day. Today, November 11, 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ തിങ്കളാഴ്ച പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ചാണ്. അടുത്ത തിങ്കളാഴ്ച അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. സോ അതേപോലെ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് US അവധിയാണ്. US ഇന്ന് അവധിയാണെന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമുക്ക് നേരെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്കിന്ന് വെറ്ററൻസ് ഡേ ആണ്. സോ US മാർക്കറ്റ് അവധിയായിരിക്കും. സോ അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിലൊരു സ്ലോ മൂവ്മെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റൊക്കെ കണ്ടിട്ട് സ്ലോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. 8:20 നമുക്ക് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട്. യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട്. അതിനുശേഷം ഇന്ന് വേറെ ന്യൂസുകളൊന്നുമില്ല. പക്ഷേ ഇന്ന് UK ടൈമിംഗ് 12:50. അത് ആക്ച്വലി ഇന്ത്യൻ ടൈമിംഗ് നാളെയാണ്, മാർക്കറ്റ് ടൈമിംഗ് നാളെയാണ്. ഈ JPYയിൽ നിന്നൊരു ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാങ്ക് ഓഫ് ജപ്പാൻ മണി സ്റ്റോക്ക് എന്ന് പറയുന്ന ന്യൂസ് ഉറപ്പായിട്ടും JPY ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന ന്യൂസാണ്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 5 മണിക്ക് ശേഷം, രാവിലെ നാളെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് ശേഷമാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. ഓൾമോസ്റ്റ് ജപ്പാൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഓക്കെ ആണ് ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. അതുകൊണ്ട് JPYയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസത്തിനുള്ളിൽ തന്നെ പൊസിഷൻസ് എല്ലാം ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. നാളെ നമുക്ക് ഫുള്ളായിട്ട് ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യും. ലെവൽസ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ റേഞ്ചിനകത്ത് നിന്ന് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് നാളത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടിട്ട് തന്നെ നാളെ നമുക്ക് വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല എന്ന് വിചാരിക്കരുത്. കാരണം പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. എന്തൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അല്ലേ. പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ബേസിക്കലി US ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആയിട്ട് ഇപ്പോൾ 40 ദിവസം കഴിഞ്ഞു. സോ അതിന് ഇതേവരെ ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ അവിടുന്ന് എന്തൊക്കെ ന്യൂസ് വരും എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയില്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മളുടെ യുക്രൈൻ റഷ്യ വാർ അതിൻ്റെ ഏറ്റവും വലിയ പീക്കിൽ നിൽക്കുകയാണ്. സോ അതും ഉറപ്പായിട്ടും ഗോൾഡിലാണ് അതിൻ്റെ പ്രഷർ ഉണ്ടാവുന്നത്. മിസൈൽസിൻ്റെ പരീക്ഷണങ്ങൾ നമ്മളുടെ നടത്തും എന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ റഷ്യയുടെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ ഗോൾഡിലുണ്ടാക്കുന്ന പ്രഷർ വളരെ വളരെ വലുതാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതേപോലെ റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ ലീഡേഴ്സ് 2 ഒപ്പീനിയനാണ് ഈ വാറിനെ കുറിച്ച് വരുന്നത്. സോ അതും ഉറപ്പായിട്ടും യൂറോനെയും ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കുക. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ യൂറോ ട്രേഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഗോൾഡ് ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. നമുക്ക് പ്രോപ്പർ റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ ബേസിക്കലി ഇന്ന് ഗോൾഡിനകത്ത് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു പോവുകയും ചെയ്യാം. ഓക്കെ, സോ പിന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റെഗുലേഷൻ, സ്റ്റാർ ട്രേഡറിൽ ഏതൊരു ബ്രോക്കർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ റെഗുലേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. സോ സ്റ്റാർ ട്രേഡറിനകത്ത് നമുക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള എല്ലാ റെഗുലേഷൻസും ഉള്ള ബ്രോക്കറാണ്. സോ ബേസിക്കലി UAE ബേസ് ചെയ്തിട്ട് സ്കാഡ റെഗുലേഷൻ, SCയുടെ റെഗുലേഷൻ ഉണ്ട്. അതേപോലെ UK ബേസ് ചെയ്തിട്ട് FCയുടെ റെഗുലേഷൻ ഉണ്ട്. ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷൻ ഉണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന UK ബേസ് ചെയ്തിട്ടുള്ള FCയുടെ റെഗുലേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഗുലേഷൻ. അത് ഉള്ള കമ്പനിയാണെങ്കിൽ നമുക്കതിനെ വിശ്വസിക്കാം എന്നുള്ളൊരു കാര്യമാണ്. UAE ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്കാഡ റെഗുലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ASICയും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെഗുലേഷനാണ്. സോ അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്താ വെച്ചാൽ $100,000 വരെ നമ്മളുടെ ലോയിഡ്സ് ബാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു അഡീഷണൽ ബെനിഫിറ്റാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡയറക്റ്റ്ലി സ്റ്റാറിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ബോണസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. നമുക്കൊരു ആസ് എ ബിഗിനർ അല്ലെങ്കിൽ നമ്മളൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ UK ക്ലയൻസ് ആണെങ്കിൽ 100% ബോണസാണ്. അതായത് $1,000 $100% ബോണസും ബാക്കിയുള്ള
എത്രയാണോ ഇടുന്നത് അതിൻ്റെ 20% ബോണസുമാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ $5,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യത്തെ $1,000 100% എന്ന് വെച്ചാൽ $1,000 അവിടെ തന്നെ കിട്ടും. പിന്നീട് ബാക്കിയുള്ള $4,000 20% ബോണസും കിട്ടും. അതായത് $800 $6,800 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈവൻ $1,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് $2,000 ട്രേഡ് ചെയ്ത് പോകാം എന്നുള്ളത് വലിയൊരു ബെനിഫിറ്റ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ഡെപ്പോസിറ്റ് ബോണസ് ഇവർ കൊടുക്കുന്നത്. അതേപോലെ യൂറോപ്യൻ ക്ലയൻസ് അല്ലാത്ത ആൾക്കാർ, ഇന്ത്യൻ ക്ലയൻസ് ആണ് അല്ലെങ്കിൽ UAE ക്ലയൻസ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് $1,500 50%, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 20% ബോണസായിട്ട് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ $1,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് $1,350 ട്രേഡ് ചെയ്ത് പോകാം. ഇക്വിറ്റിയിൽ അത്രയും പൈസ അവർ ബോണസായിട്ട് തരും എന്നുള്ളത് അഡീഷണൽ ബോണസാണ്. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് കിട്ടും എന്നുള്ളത് വേറൊരു വലിയൊരു ബോണസാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റാർട്ടേഡറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സ്റ്റാർട്ടേഡർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. UAE ക്ലയൻസിൻ്റെ പ്രത്യേക ലിങ്കാണ്, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ്ലി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതുമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക ഡെപ്പോസിറ്റിലോ അല്ലെങ്കിൽ വിഡ്രോവൽസിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY എല്ലാ ദിവസവും പറയുന്നത് പോലെ JPYയിലോട്ട് തന്നെ പോകാം. JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് USD JPY 154.230 എന്നുള്ള റേഞ്ചിലാണ്. സോ മാർക്കറ്റ് 154 മുകളിലോട്ട് പോയോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലേ? നമുക്ക് 154 മുകളിലല്ലായിരുന്നു ഇന്നലെ മാർക്കറ്റ് അവസാനിച്ചത്. പക്ഷേ ഇന്നത്തെ എല്ലാ മാർക്കറ്റ് ഓപ്പണിങ്സിനും, അതായത് ഓൾമോസ്റ്റ് ഏഷ്യൻ മാർക്കറ്റ് ഓപ്പണിങ്ങിനും അതേപോലെ യൂറോപ്പ് മാർക്കറ്റ് ഓപ്പണിങ്ങിനും 154 മുകളിൽ തന്നെ ആയിരുന്നു മാർക്കറ്റ് എന്ന ഒരു കൺസിഡറേഷൻ നമ്മൾ വെക്കുമ്പോൾ 154 മുകളിൽ കയറി എന്ന് വേണമെങ്കിൽ പറയാം. വേണം എന്നുള്ള ആൾക്കാർക്ക് 154 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ ഒരു സേഫർ സൈഡിൽ നിൽക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇന്നും കൂടെ 154 മുകളിൽ നിന്ന് അവസാനിക്കുകയും നാളെ രാവിലെ 7:30 മണിക്ക് 154 മുകളിലാണെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അല്ലാത്ത പക്ഷം റീട്രേസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. 152 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു വെരി ഗുഡ് ബൈ എൻട്രി നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നമ്മളുടെ ക്ലൗഡിൻ്റെ മുകളിലാണ് ക്യാൻഡിൽസ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. സോ അതുകൊണ്ടിട്ട് തന്നെ അപ് ട്രെൻഡ് ആണ് ആക്ച്വലി. സോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്തൊരു ബൈ എൻട്രി എടുക്കാം. പക്ഷേ എന്നിരുന്നാലും വെയിറ്റ് ചെയ്ത് റേഞ്ച് ബേസ്ഡ് ആണ് നമ്മുടെ JPY ഒക്കെ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് നമുക്ക് ഒന്നുകൂടെ വെയിറ്റ് ചെയ്തിട്ട് താഴെ കിട്ടുമോ എന്ന് നോക്കിയതിന് ശേഷം ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും സേഫ് ആയിട്ടുള്ള എൻട്രി. എനിക്കറിയാം ഇന്നലെയും JPYയിൽ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ല, പ്രോപ്പറായിട്ടുള്ള നമുക്കൊരു കൺഫർമേഷൻ കിട്ടാത്തത് കൊണ്ടിട്ടാണ് JPYയിൽ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു പോകാത്തത്. ഇന്നും എനിക്ക് സെയിം ഒപ്പീനിയൻ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും എടുത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും പറയാനായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഈ ഒരു കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ബൈ എടുക്കാം. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം 1.1585 നിൽക്കുന്നു. സോ ഇന്നലെ മാർക്കറ്റ് താഴെ വന്നപ്പോൾ 1.1538 1.1540 ആ റേഞ്ചിലോട്ടൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ 1.1500 വരെ മാർക്കറ്റ് എത്തിയിട്ടില്ല. ഓക്കെ, സോ പക്ഷേ കഴിഞ്ഞ ആഴ്ചയൊക്കെ 1.1500 അവിടെ നിന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടല്ലേ. കഴിഞ്ഞ ഈവൻ എന്താ പറയുക നവംബർ 5 1.50, നവംബർ 6 1.1500 അവിടെ നിന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇന്നലെ നല്ലൊരു പ്രോഫിറ്റ്. അവരുടെ അടുത്ത് ഞാൻ പാർഷ്യലി പ്രോഫിറ്റ് 1.1600 അടുത്തുനിന്ന് എന്താ പറയുക പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു 100 പിപ്സിൻ്റെ എങ്കിലും 90 പിപ്സിൻ്റെ എങ്കിലും മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ആ പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വീണ്ടും നമുക്ക് 1.1500 കിട്ടിക്കഴിഞ്ഞാൽ 1.1440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBP നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് 1.3100 അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്യണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഈ ആഴ്ച ഇന്നലെ അല്ല കേട്ടോ. സോ അവിടെ
ഇന്ന് കഴിഞ്ഞ നമ്മുടെ വ്യാഴാഴ്ച നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിന് ശേഷം മാർക്കറ്റ് അപ് ട്രെൻഡ് കാണിച്ചു, അല്ലെങ്കിൽ മുകളിലോട്ട് പോവുകയും 1.3100 മുകളിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. നമ്മൾ എന്താ പറഞ്ഞത്, 1.300 അവിടുന്ന് ബൈ ചെയ്യണ്ട, 1.3100 അവിടുന്ന് ആണ് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുക, അവിടുന്ന് ബൈ എൻട്രി എടുക്കാനായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ. സോ അതേ ഒപ്പീനിയനാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. 1.3100 അവിടുന്ന് നമുക്ക് വീണ്ടും ബൈ എടുത്ത് മുന്നോട്ട് പോവാം എന്നുള്ളതാണ്. വീണ്ടും നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1.3127 നിൽക്കുകയാണ്. സോ ഒരു 20 പിപ്പൂടെ താഴെ വന്നു കഴിഞ്ഞാൽ 1.3100 എന്ന് പറയുന്ന നമ്മളുടെ എൻട്രി പോയിന്റ് ആണത് അല്ലേ. സോ അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. 1.3110 അവിടെ കിട്ടിയാൽ പോലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.3040 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം, അത് നിർബന്ധമായിട്ട് വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ അത് ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ 1.300 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ, ടൈറ്റ് ആയിട്ട് പറഞ്ഞാൽ 1.2980 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ആണ്. സോ അവിടെ ഒരു 120-130 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അത് അങ്ങനെ വെക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം നല്ല വലിയ ലോട്ട് സൈസ് എടുക്കുക, അല്ലെങ്കിൽ ചെറിയ ലോട്ട് സൈസ് എടുത്തിട്ട് 1.3040 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ് എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. ഇതാണ് എനിക്ക് GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. GBP നമുക്ക് വേണം എന്നുള്ള ആൾക്കാർക്ക് പാർഷ്യലി 1.3190 1.3200 അവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് മാറാം. ഇല്ലാത്തുള്ള ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാം, മാർക്കറ്റ് വെയിറ്റ് ചെയ്ത് പയ്യെ ഒരു നല്ലൊരു അപ് ട്രെൻഡ് 1.3500 വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുവരെ വെയിറ്റ് ചെയ്ത് ഒരു ലോങ്ങർ ടേമിൽ ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അതേപോലെ നമ്മുടെ ഗോൾഡിലോട്ട് വരുമ്പം 4135 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്ന ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 4145 താൽക്കാലികമായിട്ട് റെസിസ്റ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആ റെസിസ്റ്റൻസ് മിക്കവാറും US സെഷൻ ആയിരിക്കും ബ്രേക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കറിയില്ല. നമുക്ക് സേഫ് ആയിട്ടുള്ള എൻട്രി 4130 സപ്പോർട്ട് ചെയ്യുന്നത് ഉണ്ടാവും, അവിടെ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ടാണെങ്കിൽ 4130 അവിടുന്ന് ബൈ ചെയ്ത് 4121 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. പക്ഷെ ഞാനത് സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് അങ്ങനെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. മിനിമം ഒരു $30 $25 എങ്കിലും 4105 എന്ന് പറയുന്ന സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 4130 ബൈ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ബൈ ചെയ്യാം. മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് 4180 ഓക്കെ, സോ 80 വരെ നമുക്ക് ആ ഒരു $25 സ്റ്റോപ്പ് ലോസും $50 ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവുകയും ചെയ്യാം. സോ $25 സ്റ്റോപ്പ് ലോസ് ബെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ആ ട്രേഡ് എടുക്കുക. ബെയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ചെറിയ ലോട്ട് സൈസ് എടുത്ത് ചെയ്യുക. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പം ഒരു $1000 ഉള്ള ഒരാളാണ് എങ്കിൽ ഒരു 0.02 ലോട്ടും കൂടുതൽ എടുക്കാൻ പാടില്ല. കാരണം $25 താഴോട്ട് പോയാൽ അവരുടെ ക്യാപിറ്റൽ ഓൾമോസ്റ്റ് എത്രയാവും, $50 അവർക്ക് ലോസ് ആയി പോകത്തുള്ളൂ. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ $100 കിട്ടും അല്ലേ. ഇത് $1000 ചെയ്യുന്ന ആൾക്കാർ അത് മാത്രം ശ്രദ്ധിച്ച്, $1000 ചെയ്യുന്ന ആൾക്കാർ 0.1 ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ ഞാനും അങ്ങനെ ആയിരുന്നു കേട്ടോ. പക്ഷേ 0.1 ചെയ്ത് കഴിഞ്ഞാൽ എന്താകും, $25 പോകുമ്പോൾ $250 പോകുന്നത്. അതായത് നമ്മുടെ ഇക്വിറ്റിയുടെ 25% പോവുകയാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ. പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ $50 $500 കിട്ടും. സോ $500 കിട്ടുന്നത് കൊണ്ടിട്ട് നമ്മൾ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്രമാത്രം പോകും എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് ട്രേഡ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് $250 പോയാൽ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് പതറുകയും ഇമോഷൻ നമ്മളെ ടേക്ക് ഓവർ ചെയ്യുകയും നമ്മൾ പിന്നീട് റോങ് ഡിസിഷൻസിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തുള്ള ട്രേഡുകൾ എടുക്കാതിരിക്കാൻ ഞാൻ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് റീട്രേസ് കിട്ടിയെന്നു 4130 അടുത്ത് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണം എന്നുള്ള ആൾക്കാർക്ക്. ഇല്ല എങ്കിൽ സേഫ് ആയിട്ടുള്ള എൻട്രി 4080 ഓക്കെ, 4080 ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ $25 സ്റ്റോപ്പ് ലോസും $50 ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിന്ന് ഒരു $50 താഴോട്ട് പോകണം. സോ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിലൊക്കെ നമുക്ക് $50 എന്നൊക്കെ പറഞ്ഞാൽ ഷടയെന്ന് പറഞ്ഞ ഒരൊറ്റ ക്യാൻഡിലൊക്കെ ആയിരിക്കും അടിച്ച് പോകുന്നത് അല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ട് $100 $400 മൂവ്മെൻറ്റ് ഒറ്റ ഡേയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇതൊക്കെ ചെറിയൊരു മൂവ്മെൻ്റ് ആണല്ലേ, ഒറ്റ ക്യാൻഡിൽ മതി താഴോട്ട് വരാനായിട്ട്. അപ്പോൾ എന്തായാലും പ്രഷർ ഉണ്ട് ഗോൾഡിൽ. നല്ല റീട്രേസ് ചെയ്ത് താഴെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ എടുക്കുക.
അത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഗോൾഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇന്നലെ തന്നെ മാർക്കറ്റ് ഓൾമോസ്റ്റ് 100 പിപ്പ് 1000 പിപ്പിൻ്റെ മുകളിൽ മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ 1000 പിപ്പിൻ്റെ മുകളിൽ മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കളിയൊന്നുമല്ല, അത് വലിയൊരു മൂവ്മെൻ്റ് ആണല്ലേ. സോ ഇവിടുത്തെ ലൈറ്റ് വീണ്ടും പോയി. അപ്പോൾ 1000 പിപ്പിൻ്റെ മുകളിൽ മൂവ് ചെയ്യാന്ന് പറയുന്നത് അത് വലിയൊരു മൂവ്മെൻ്റ് ആണ്. സോ അതുകൊണ്ടിട്ട് ഇന്ന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ ഇന്നലെ ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പം പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രം ചെയ്താൽ മതി മാർക്കറ്റ് താഴോട്ട് പോകാനായിട്ട്. സോ അതുകൊണ്ടിട്ട് നമുക്ക് 4080 ആണ് സേഫായിട്ടുള്ള എൻട്രി. ഇല്ലാത്ത പക്ഷം 4130 അവിടെ ചെയ്യുന്ന ആൾക്കാർ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് 4121 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക, ഇല്ലെങ്കിൽ വൈഡായിട്ട് 4005 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള ഗോൾഡിലുള്ള എൻട്രി അല്ലേ. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നമ്പർ എടുത്ത് വിളിക്കാവുന്നതാണ്. അതേപോലെ എൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ചെറിയ ചെറിയ റീൽസ് മാർക്കറ്റിനെ കുറിച്ചുള്ള കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഫോളോ ചെയ്താൽ മതിയാവും. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ട്രേഡ് സേഫ്, ട്രേഡ് ലോങ്, ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഈസ് അവർ പ്രൈമറി ഗോൾ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.